ചിണ്ടു, ഞാൻ നിന്നെപ്പോലായാലോ എന്നാലോചിക്കുക. എന്താ പോലും എന്നെ പോലാവാനും മനസ്സിലായില്ല. പറ്റിയൂ മീൻ. ഞാൻ നിന്നെപ്പോലായാലോ എന്നാലോചിക്കാന്ന്. ഇനി വല്ല സർജറിയും ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. നിന്റെ ഈ തമന്ന പട്ടീൻ്റെ ശരീരം. ആ തമന്ന പറ്റീന്റെ ശരീരം. ഇനി ഈ ശരീരം കീറി മുറിച്ചാണ് അവളെ മേത്തൊട്ടിക്കൂ. ഇനി അതാണോ എന്നെ പോലാവെന്ന് പറഞ്ഞേ? ഞാനൊരു ഡയറ്റ് എടുത്താലോ എന്നാലോചിക്കുക. ഓ അതായിരുന്നു എന്റെ നല്ല ജീവനം പോയെന്നേ. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, എത്ര ദിവസം ഉണ്ടാവും? ഒരുപാട് പ്രാവശ്യം ഞാൻ ഡയറ്റ് ചെയ്ത് തെറ്റിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത ഡയറ്റല്ലേ. ഓ പിന്നെ ഡയറ്റ് ചെയ്യുമ്പോ വേറെ 10 ആൾക്കാർ വരൂ. എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല ഡയറ്റ് ചെയ്യുന്ന. പിന്നെ ആരുടെ കൂടെയാ? ജീവന. അതാരാ പുതിയൊരു പേര്? അതാരാ വരൂ? ജീവന എന്ന് പറഞ്ഞാൽ അവളൊരു ഡയറ്റീഷ്യനാണ്. അവരുടെ അണ്ടറിലാണ് ഞാനിപ്പോൾ ഡയറ്റ് എടുക്കാൻ പോകുന്നത്. അവരുടെ അണ്ടറിൽ ഡയറ്റ് എടുത്തിട്ട് കുറേ ആൾക്കാർ നന്നായിട്ട് വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു. എനിക്ക് വേണേൽ കാണിച്ചു തരാം. ഓഹോ അപ്പൊ എല്ലാം പ്ലാൻ ചെയ്തല്ലേ? വലിയ ബേസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ചെയ്യുമൊരു ചെയ്. നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്താലേ നമുക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. സത്യ. അതൊക്കെ ശരിയാണ്. പക്ഷെ അവരിങ്ങനെ ഡയറ്റിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കാൻ പറയും. അയച്ചു കൊടുക്കണ്ടേ? അയച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 58 kg ഉണ്ട്. അതെന്തായാലും ഞാനൊരു 4 kilo കുറയ്ക്കും. ഒരു മാസം കൊണ്ട്. ഓഹോ മൊയ്യു ആയോണ്ട് എനിക്കൊരു സംശയം. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കട്ടെ. പൊല്ലു, ആർ യു സീരിയസ്? ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ എന്റെ മൊയ്യു? മൊയ്യു അതല്ലേ ഞാൻ പറഞ്ഞേ, ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 days ആയി. ആ 3 days എനിക്ക് 0.5 kg കുറഞ്ഞു. അറിയോ നിനക്ക്? ഓ വാവ്, ഇതൊരു സംഭവം തന്നെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വെയിറ്റ് കുറയാണെങ്കിൽ ജീവനെ കോണ്ടാക്ട് ചെയ്താൽ മതില്ലേ? നമ്പർ ഒന്ന് താഴെ കൊടുക്കുവോ? ഒരു ഗൈസ്, അപ്പൊ എന്റെ മുകളിൽ ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞ് തന്നെ വെല്ലുവിളിച്ചു ഗൈസ്. പിന്നെയല്ലേ മറ്റേ ആ ഫോട്ടോസൊക്കെ ഒന്ന് കൊടുത്തേ കോണ്ടാക്ട്.